മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോഡ്. യെസ്, എക്സാം ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ മിസ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഓണപരീക്ഷയുടെ ആ പോർഷൻസ് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലോ. അത് കണ്ടപ്പോൾ കുറച്ച് സങ്കടമായിട്ടുണ്ടാവും. സാരില്ല. പക്ഷെ എന്താ വന്ന അതായത് നമ്മുടെ ക്രിസ്മസ് ഭാഗത്ത്, അതായത് ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മിസ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യടാ, നമുക്കൊന്ന് ഓടിച്ചു പോകാം അല്ലെ. എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. मेरे बच्चे को सिखाए അല്ലേ, मेरे बच्चे को सिखाए എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിനോട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. അതിന് ആൻസർ ചെയ്യാനാണ്. സോ പാരഗ്രാഫിൽ എന്താണ് തന്നിട്ടുള്ളത്? वह भले लोगों के साथ नेक व्यवहार करे और बदमाशों के करारा सबक सिखाए. जब लोग भेड़ों की तरह एक रास्ते पर चल रहे हैं तो उसमें भीड़ से अलग होकर अपना रास्ता बनाना की हिम्मत हो. അപ്പോൾ എന്താണ്, നന്മയുള്ളവരോട് എന്ത് ചെയ്യും, നന്മ ചെയ്യുന്നവരോട് നല്ല രീതിയിൽ പെരുമാറട്ടെ. അതുപോലെ തെമ്മാടികളെ എന്ത് ചെയ്യണം, ഒരു പാഠം തന്നെ പഠിപ്പിക്കട്ടെ. പിന്നെന്താ പറയുന്നത്, ഒരു കൂട്ടം ഒരു വിഭാഗം ആളുകളിൽ നിന്ന് തൻ്റെതായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം എന്ത് ചെയ്യണം, നമുക്ക് വേണം അല്ലേ. then उसे सिखाएं कि वह हर एक की बात को धैर्यपूर्वक सुने. അപ്പോൾ അവനോട് പറയണം എന്ത്, ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളും ധൈര്യപൂർവ്വം കേൾക്കാൻ. फिर उसे सत्य की कसौटी पर कसे. എന്നിട്ട് എന്ത് ചെയ്യണം, സത്യത്തിന്റെ ഉരക്കല്ലിൽ എന്ത് ചെയ്യണം, ഉരച്ചു നോക്കിയിട്ട് കേവൽ സച്ചായിക്കോ ഘി ഗ്രഹൺ കരെ, കേവലം സത്യം മാത്രം എന്ത് ചെയ്യണം, നമ്മൾ സ്വീകരിക്കണം. അഗർ ഹോ സക്കേ തോ ഉസേ ദുഃഖമേ ബി ഹൻസ്നെ കി സീഖ്യ. അതുപോലെ സങ്കടത്തെ ചിരിച്ചു നേരിടാനും അവനെ പഠിപ്പിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് അല്ലെ അബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ഉസ്മേ മേം നിഹിത് സർവനാം കോൺസാ ഹേ. ഉസ്മേമിലുള്ള സർവനാം ഏതാണ്? യെസ്, വഹ് പ്ലസ് മേം ആണ് എന്ത്, ഉസ്മേ. അപ്പൊ കറക്റ്റ് ആൻസർ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബദ്മാഷോ കെ സംബന്ധ മേം അബ്രഹാം ലിങ്കൺ ക്യാ കഹത്തെ ഹേ. അല്ലെ ബദ്മാഷ് അല്ലെ, അതായത് തെമ്മാടികളെ തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് എന്താ പറഞ്ഞത് അല്ലെ, ബദ്മാഷോങ്കോ കരാര സബക് സിഖായെ അല്ലെ. എന്തായിട്ടെ, തെമ്മാടികളെ ഒരു പാഠം പഠിപ്പിക്കട്ടെ അല്ലെ. യെസ്. പിന്നെന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? യെസ്, ചാർ സഹി പ്രസ്താവ് ചുൻകറിലേക്ക്. താഴെ തന്നവയിൽ നിന്നും 4 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഏതൊക്കെയാ തന്നിരിക്കുന്നത് നോക്കിക്കേടാ. ഹമേ ഭീഡ് സെ അലഗ് ഹോക്കർ അപ്ന രാസ്ത ബനാനാ ഹേ. അപ്പൊ എന്താണ്, ഇതൊക്കെ നമുക്ക് മേലെ തന്ന പാരഗ്രാഫിൽ ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഹമേ ഭലേ ലോഗോं के साथ बुरा व्यवहार करना है. हमें हर एक की बात धैर्यपूर्वक सुननी है. देन हमें बुराई को ग्रहण करना है. हमें दुख में भी हंसना है. हमें हर बात को सत्य की कसौटी पर कसना है. അപ്പൊ ഏതാടാ നോക്കിക്കേടാ. ഹമേ ഭീഡ് സെ അലഗ് ഹോക്കർ അപ്ന രാസ്ത ബനാ ഹേ. നമ്മൾ എന്താണ്, കൂട്ടത്തിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള വഴി നമ്മൾ തിരഞ്ഞെടുക്കണം. ദെൻ നെക്സ്റ്റ്, ഹമേ ഹരേക്ക് കി ബാത് ധൈര്യപൂർവ്വം സുനെ. അതായത് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ദെൻ പിന്നെ എന്താ പറയുന്നത്, ഹമേ ദുഃഖമേ ബി ഹൻസ്നാ ഹേ. ദുഃഖത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിരിക്കണം. പിന്നെയോ ഹമേ ഹർ ബാത് കോ സത്യ കി കസൗട്ടി പർ കസ്നാ ഹേ. നമ്മൾ എല്ലാ പറയുന്നവരുടെ കാര്യം സത്യത്തിന്റെ ഉരക്കല്ലെ നമ്മൾ ഉരച്ചു നോക്കണം. ഈ 4 എണ്ണമാണ് എന്ത് ഇതിൽ ശരിയായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ, സുഖ ദുഃഖ കവിതക്കെ പങ്ക്തി. അതായത് സുഖ ദുഃഖ എന്ന് പറഞ്ഞ കവിതയുടെ 4 വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ കവിതയിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേടാ, മുഖ കാ സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖെ. മുഖം അല്ലെ, മുഖന്റെ അതേ അർത്ഥം വരുന്ന ഒരു പദം ഇവിടെ തന്നിട്ടുണ്ട്. ആങ്കൻ, ആനൻ, ആലിംഗൻ, ജീവൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ആനൻ ആണ് അല്ലെ. ദെൻ കവിതാംശമേ സാഞ്ച് ഓർ ഉഷ കിൻ കിൻ കെ പ്രതീക് ഹേ. അപ്പൊ ഇവിടെ എന്താണ്, യഹം സാഞ്ച് ഉഷാക്ക ആങ്കൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് സാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, സന്ധ്യ. അതുപോലെ ഉഷ എന്ന് പറഞ്ഞാൽ പ്രഭാതം. അപ്പൊ എന്താണ്, പ്രഭാതം കഴിയുമ്പോൾ സന്ധ്യ വരുന്നു. അതുപോലെ സന്ധ്യ കഴിയുന്ന സമയത്ത് എന്ത് വരുന്നു, പ്രഭാതം വരുന്നു അല്ലെ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുന്നത്, അതായത് നമ്മുടെ ജീവിതത്തിൽ സുഖം ഉണ്ടാവും. സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് വരും, ദുഃഖം വരും. പക്ഷെ ആ ദുഃഖത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ സുഖം വരും. അതുപോലെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ, പിതാക്ക പ്രായശ്ചിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗത്തിന്റെ ഒരു ചെറിയൊരു പാരഗ്രാഫ് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. യെസ്. അപ്പൊ ആ പാരഗ്രാഫിൽ നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കടാ. अपनी गलती पर पिता का प्रायश्चित करते देख अरुण गांधी को बहुत दुख हुआ. उसने कभी झूठ न बोलने का निर्णय लिया. अरुण गांधी की उस दिन की डायरी लेके. അപ്പൊ നമുക്കറിയാം എന്താ, അരുൺ ഗാന്ധി എന്താണ്, ചെറിയ കള്ളം പറഞ്ഞു അല്ലെ. ആ കള്ളം പറഞ്ഞ സമയത്ത് എന്താണ്, അച്ഛനത് ഭയങ്കര വിഷമമാണ്. അതായത് മകന് സത്യം പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഞാൻ കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടത്തില് പ്രായശ്ചിത്തം ചെയ്യാനല്ലേ അത്രയും ദൂരം നടന്നിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് എന്താണ്, അരുൺ ഗാന്ധിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട് അല്ലെ. അപ്പം അരുൺ ഗാന്ധി അന്ന് ദിവസം എന്താണ് എഴുതുക,
യെസ്, എന്താണ് എഴുതുക അല്ലേ? അതിന് ഡേറ്റ് എഴുതുന്നു. അതിനുശേഷം എന്ത് എഴുതും? ഇന്ന് എനിക്ക് വളരെ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു നിർണായകമായ തീരുമാനമെടുത്തു. ഇനി ഒരിക്കലും ഞാൻ കള്ളം പറയില്ല. അപ്പം കള്ളം പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? യെസ്, ഇതുപോലെ അതാണ്, അച്ഛനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മീറ്റിങ്ങിന് ഞാൻ എന്ത് ചെയ്തു? ഇറക്കി കൊടുത്തു. then ആ ദിവസം ഞാൻ മൊത്തം സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ ഫിലിമിന് പോയപ്പോൾ ലേറ്റ് ആയിപ്പോയി. പക്ഷേ അച്ഛനോട് ഞാൻ കള്ളം പറഞ്ഞു. അച്ഛൻ അത് തിരിച്ചറിഞ്ഞു. അച്ഛൻ എന്ത് ചെയ്തു? ഞാൻ കള്ളം പറഞ്ഞതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് വീട് വരെ എന്ത് ചെയ്തു? ഒരുപാട് കിലോമീറ്റർ നടന്നു. അതെനിക്ക് വളരെ വിഷമമായി. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള തീരുമാനം എടുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡയറി എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ഡോക്ടർ കെ നാം മസൂർ കാ പത്ര കവിത കി പങ്ക്തിയാ പഠേം അല്ലേ? അപ്പോൾ താഴെ നിന്നിട്ടുണ്ട് ഡോക്ടർ കെ നാം മസൂർ കാ പത്രത്തിലെ കുറച്ച് കവിതകൾ വരികൾ തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ താഴെയുള്ളതിന് ആൻസർ ചെയ്യാം. ചോട്ടാ ശബ്ദ മേ വിശേഷൺ ശബ്ദ കോൺസാ ഹേ? ചോട്ടാ ശബ്ദ എന്നുള്ളത് ചെറിയ വാക്ക് എന്നുള്ളത് എന്താണ്? വാക്ക് എന്നല്ല പറയുന്നത്, ചെറിയ വാക്ക് എന്നാണ് അല്ലേ? അപ്പോൾ ഏതാടാ വിശേഷൺ ശബ്ദ? ചോട്ട എന്നുള്ളതാണ് എന്ത്? വിശേഷൺ ശബ്ദ. ദെൻ കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേ. യെസ്, അപ്പോൾ എന്താണ്? ആശയം എഴുതാനാണ് അല്ലേ? അപ്പോൾ എന്താണ്? ഡോക്ടർ കെ നാം മസൂർ കാ പത്ര എന്നുള്ള കവിത, അതായത് കവിതയുടെ പേരും കവിയുടെ പേരും മെൻഷൻ ചെയ്യുക. ദെൻ എന്താണ് കവിതയിൽ എന്താണ്? അതായത് ഡോക്ടേഴ്സിനോട് ക്വസ്റ്റ്യൻ, അല്ലാതെ ഡോക്ടേഴ്സിന് എന്താണ്? ഒരു ലെറ്റർ എഴുതുന്ന രൂപത്തിലുള്ള ഒരു കവിതയാണത് അല്ലേ? ഇതിലെന്താണ്? രോഗികൾ അവർക്ക്, അതായത് ഈ പാവപ്പെട്ടവർക്ക് എന്താണ് അവരുടെ അസുഖത്തിന്റെ കാരണം അറിയാം. അതൊരു ചെറിയ ശബ്ദമാണ്. പക്ഷെ ആരും ചെറിയ ശബ്ദം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാക്കാണ്. അത് ആരോടും പറയുന്നില്ല. കാരണം എന്താണ്? ഗരീബിയാണ് അല്ലേ? അതിന്റെ കാരണം എന്താണ്? ഗരീബിയാണ്. അപ്പൊ എന്താണ്? ഈ ഡോക്ടേഴ്സിനെ വിശ്വസിച്ച് ഈ രോഗികൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു. അപ്പം രോഗിയെ പരിശോധിക്കുമ്പോൾ രോഗി പറയണ എന്താ? ഒരു നോട്ടം എൻ്റെ കീറി പറഞ്ഞ വസ്ത്രത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അസുഖത്തിന്റെ കാരണം മനസ്സിലാവും അല്ലേ? അപ്പൊ എന്താണ്? ഡോക്ടർ എങ്ങനെയാണ്? ഡോക്ടർ ചെലവാക്കിയ പൈസ ഞങ്ങളിൽ നിന്ന് മേടിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാനും ഞങ്ങളുടെ രോഗത്തിന്റെ കാരണം മനസ്സിലാക്കണം അല്ലേ? പക്ഷെ ഞങ്ങളുടെ രോഗത്തിന്റെ കാരണം എന്താണ്? ദാരിദ്ര്യമാണ്, ഭക്ഷണത്തിന്റെ കുറവാണ്. പക്ഷെ എങ്കിലും ഡോക്ടർ എഴുതും എന്ത്? കുറിപ്പിൽ വെയിറ്റ് വർദ്ധിപ്പിക്കുക. അതെന്താണ്? ചതുപ്പ് നിലങ്ങളിലെ പുല്ലിനോട് പറയുന്ന പോലെയാണ് ഞങ്ങളോട് വെയിറ്റ് വർദ്ധിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അത് എഴുതി അവസാനിപ്പിക്കുക. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ആശയം എഴുതേണ്ടത്. ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ? ദെൻ നെക്സ്റ്റ്, ദോഹ പടല. താഴത്ത് ഒരു ദോഹ തന്നിട്ടുണ്ട് അല്ലേ? ബഡാ ഗുഹാത്തോ ക്യാ ഹുവാ ജൈസെ പേട് ഗച്ചൂർ പന്തി കോ ചായ നഹി ഫൽ ലാഘോ അതിദൂർ. കബീർ ദാസിന്റെ ദോഹയാണ് അല്ലേ? ദെൻ ദോഹയുടെ ക്വസ്റ്റ്യൻസ് എന്താ നോക്കിക്കേടാ? കബീർ ने स्वार्थ लोग को तुलना किस पेड़ से की है? അതായത് കബീർ എന്താണ്? സ്വാർത്ഥരായ ജനങ്ങളെ ഒരു പേടിനോട് അല്ലേ, ഒരു മരത്തോട് ഉപമിക്കുന്നുണ്ട്. ഏത് മരമാണ്? ആം കെ പേട് സെ, ഖജൂർ കെ പേട് സെ, ഇംലി കെ പേട് സെ, ഗുൽമോഹർ കെ പേട് സെ. ഏതാണ്? ഖജൂറിലെ കാരക്ക മരത്തോടാണ് ഉപമിക്കുന്നത്. Then next, യാത്രി के अर्थ में प्रयुक्त शब्द दोहा से चुनकर लिखे. അതായത് യാത്രി എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? യെസ്, പന്തിയാണ് അല്ലേ? പന്തി. Then next, इस दोहा का संदेश लिखे. യെസ്, ഈ ദോഹയുടെ ആശയം അല്ലേ? അതായത് എന്താണ്? കാരക്ക മരം പോലെ ഒരുപാട് വളർന്നു വലുതായിട്ട് കാര്യമില്ല. എന്ത് ചെയ്യരുത്? അതെന്താണ്? യാത്രക്കാർക്ക് തണലോ കൊടുക്കുന്നില്ല. പഴമാണെങ്കിലോ അതിദൂരെയാണ്. അതുപോലെ ഒരിക്കലും മനുഷ്യരാവരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് വളർന്നു വലുതായിട്ടൊന്നും കാര്യമില്ല. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വളർന്നു വലുതായതിൽ ഒരു കാര്യവുമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും ഉപകാരം ചെയ്യുമ്പോഴാണ് ഒരാൾ മഹാനായി തീരുന്നത്. ഇതാണ് എന്ത്? നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇതാണ് എന്ത്? ആ ദോഹയുടെ സന്ദേശം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ബാത്തോസ് മംഗൾവാർ की എന്ന് പറഞ്ഞ ഡയറിയിലെ ഒരു ഭാഗം അവിടെ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? മുझसे कोई लोग पूछते हैं कि शहर में मेरा क्लिनिक कहाँ है? मेरे जवाब होते हैं कि मेरा क्लिनिक शहर में नहीं है. അപ്പോൾ രമണി അഡ്കുരിയോട് ചോദിക്കുന്നുണ്ട് അല്ലേ? ഡോക്ടറുടെ ക്ലിനിക്ക് പട്ടണത്തിൽ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്ത്? എൻ്റെ ക്ലിനിക്ക് പട്ടണത്തിലല്ല. എവിടെയാണ്? യെസ്, കാടിനുള്ളിലാണ്. യഹി ജംഗൽ കെ ബീച്ച് യെ സഭി മേരെ ക്ലിനിക് ഹെ. എന്താണ്? കാടിനുള്ളിൽ മൊത്തം എന്താണ്? എൻ്റെ ക്ലിനിക്കാണ്. മുझे इसी तरह का डॉक्टर बने रहना है. എനിക്ക് എന്താണ്? ഈ രീതിയിലുള്ള ഡോക്ടർ ആവാനാണ് ഇഷ്ടം അല്ലേ? ദെൻ യഹി കാം മുझे अच्छा लगता है. ഈ ജോലിയാണ് എനിക്ക് നല്ലത്. और इसी काम को मुझे रोज इंतजार रहता है. ഈ ജോലിയാണ് എന്ത്? യെസ്, എന്നെ ഓരോ ദിവസം ഒരാഴ്ചയിൽ എന്ത് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താടാ? ഡോക്ടർ രമണി അഡ്കുരി കിസ് തരക്ക് ഡോക്ടർ ബനെ രഹന ചാത്തി ഹെ. ഏത് രീതിയിലുള്ള ഡോക്ടർ ആവാനാണ് നമ്മുടെ ഡോക്ടർ രമണി അഡ്കുരി ആഗ്രഹിക്കുന്നത്? ആലസി, പരോപകാരി, സ്വാർത്ഥി, ലാലജി. യെസ്, നമുക്കറിയാം ആൻസർ എന്താണല്ലേ? പരോപകാരിയാണ്. ദെൻ ഡോക്ടർ രമണി അഡ്കുരി കഹാം ക്ലിനിക് ചലാൻ ചാത്തി ഹെ. എവിടെയാണ്? യെസ്, നമുക്കറിയാം ജംഗലിലെ കാട്ടിലാണ് അവര് എന്ത് ക്ലിനിക്ക് നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിശ്വ സ്വാസ്ഥ്യ ദിവസ് 7
ഏപ്രിൽ 2024 കോഹെ. അപ്പൊ എന്താണ് വിശ്വ സ്വാസ്ഥ്യ ദിനം എന്നാണ് ഏപ്രിൽ 7 അല്ലേ. देन इस अवसर पर आपको स्कूल में डॉक्टर रमणी अडकुरी का आदर किया जाएगा. इसके लिए पोस्टर तैयार करें. യെസ് അപ്പൊ എന്താണ് അപ്പോൾ ഈ ഒരു ഡേയിൽ എന്താണ് നമ്മളെ ഡോക്ടർ രമണി അഡ്കുരി ആദരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനൊരു പോസ്റ്റർ തയ്യാറാക്കണം. അത് എങ്ങനെയാണ് എഴുതുക? യെസ് എന്താണ് പ്രോഗ്രാം അല്ലേ, അതായത് എന്താണ് സ്വാസ്ഥ്യ ദിവസം ആണ് എന്താണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ എന്ത് ചെയ്യുക, അത് എന്നാണ് നടക്കുന്നത്, ഡേറ്റ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, ഡേറ്റ് തന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം എന്താണ്, ഏതാണ് സമയം, എവിടെ വെച്ചാണ്, സ്കൂളാണ്, അപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയം എഴുതാം. ദെൻ സബ്കാ സ്വാഗത് അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ദെൻ അതല്ലാണ്ട് ഒരു ഓർ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എന്താണ്, രമണി അഡ്കുരി ഗരീബോं की डॉक्टर बने रहना चाहती है. രമണി അഡ്കുരി എന്താണ് പാവപ്പെട്ടവരുടെ ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. ദെൻ ബ്രാഹ്മണി കാവ് के अपने अनुभवों के बारे में वे अपने मित्र के नाम पत्र लिखती है. वह पत्र लिख. അപ്പോൾ എന്താണ് അവരുടെ അനുഭവം, ആ കാർഡിനുള്ളിൽ അവരുടെ അനുഭവം വെച്ചിട്ട് അവരുടെ ഒരു സുഹൃത്തിന് ലെറ്റർ എഴുതാണ്. അതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഡേറ്റും പ്ലേസ് ചെയ്തു. ദെൻ പ്രിയ മിത്ര സുഖാണോ അല്ലേ, കൈസേഹോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം എന്ത് എഴുതുക, യെസ് ഞാൻ എന്താണ് ഇവിടെ ബ്രാഹ്മണി ഗ്രാമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അവിടെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ, ചൊവ്വാഴ്ച ദിവസമാണ് ഞാൻ ക്ലിനിക്ക് നടത്തുന്നത്. അവിടെ ഒരുപാട് രോഗികൾ എന്നെ വെയിറ്റ് ചെയ്യും. ഒരു ദിവസം ഞാൻ പോയ സമയത്ത് നല്ല ശക്തമായ മഴയായിരുന്നു. അപ്പോൾ ഞാൻ ജീപ്പ് ഒരു സ്ഥലത്ത് നിർത്തി. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ രജിസ്റ്ററും സ്റ്റെതസ്കോപ്പൊക്കെ തലയിൽ വെച്ചിട്ട് ആ പുഴയിലൂടെ ഞങ്ങൾ നടന്നു. പുഴയിൽ എന്തില്ല, പാലമില്ലായിരുന്നു. അവിടെ ഒരുപാട് രോഗികൾ, ആ ഒരു ഗ്രാമത്തിന് പുറത്തും അകത്തുമുള്ള ഒരുപാട് രോഗികൾ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് രോഗികളെ നോക്കി. അന്നൊരു ദിവസം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, യെസ് പച്ചക്കറിയും നല്ല വെജിറ്റബിൾസും അതുപോലെ ചാവല അരിയൊക്കെ വെച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ തന്നെ കിടന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, യെസ് നമ്മൾ നമ്മുടെ ലെറ്റർ എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ചെറിയ ഭാഗം തന്നിട്ടുണ്ട് അല്ലേ. അതെന്താണ്, അപ്നെ ഘർ മേ മുझे रहना दिया बहुत शुक्रिया अब मुझे वापस जाना है लड़के ने उसे विदा दी. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, അന്നത്തെ ദിവസം എവിടെ താമസിച്ചു, ആ കുട്ടിയുടെ വീട്ടിൽ താമസിച്ചു അല്ലേ. ദെൻ എന്ത് ചെയ്തു, തിരിച്ച് ആ കുട്ടിയെ, അതായത് സപ്തമിന് എന്ത് ചെയ്തു, ആ കുട്ടി തിരിച്ചു പറഞ്ഞയച്ചു അല്ലേ, അതായത് യാത്ര അയച്ചു. വർഷ की बूंदे बरसने लगी, पूर्व सूर्य की किरणें चलकने लगी, 7 रंगों वाले इंद्रधनुष चमकने लगा, सप्तम फिर से अपना घर पहुंच गया. അങ്ങനെ നേരം വെളുത്തപ്പോൾ എന്താണ്, മഴത്തുള്ളികൾ വന്നു. അതുപോലെ എതിർ ദിശയിൽ നിന്നും സൂര്യൻ ഉദിച്ചു അല്ലേ. അപ്പോൾ ആ സൂര്യൻ്റെ ആ പ്രകാശത്തിൽ എന്ത് ചെയ്തു, തിളങ്ങാൻ തുടങ്ങി. ദെൻ തിരിച്ച് സപ്തം എങ്ങോട്ട് പോയി, ആകാശത്തേക്ക് തിരിച്ചു പോയി. ക്വസ്റ്റ്യൻ എന്താണ്, സപ്തം കോ കഹാം വാപ്പസ് ജാനാ ഹേ, സപ്തം എങ്ങോട്ടാണ് തിരിച്ചു പോയത്, ടഹനിയോമേ, ജർണേമേ, നദിമേ, ആകാശമേ, എങ്ങോട്ടാണ്, യെസ് ആകാശത്തേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, सप्तम फिर से अपना घर पहुंचा गया था. ये संदर्भ सप्तम और माम के बीच की बातचीत लिख गया. അപ്പോൾ എന്താണ്, സപ്തം തിരിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് സപ്തം അവൻ്റെ അമ്മയുമായിട്ടുള്ള കോൺവെർസേഷൻ. അപ്പോൾ എന്ത് ചെയ്യും, അമ്മയോട് പറയാം, അമ്മ ചോദിക്കുക എവിടെ പോയിരുന്നു. അപ്പം അവൻ പറയും എന്താ, സപ്തം പറയും യെസ് ഞാൻ ഭൂമിയിലേക്ക് പോയതായിരുന്നു. അപ്പം എങ്ങനെയുണ്ട് അവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാം അവിടെ അടിപൊളിയാണ്, അവിടുത്തെ താഴ്വരകളും എല്ലാം ഞാൻ ചുറ്റിക്കണ്ടു. പക്ഷേ എന്നിട്ട് പക്ഷേ എന്ന് പറയാം. അപ്പോൾ ഒരു സങ്കടം ഉണ്ടാവും അല്ലേ. അപ്പോൾ അമ്മ ചോദിക്കുക എന്ത് പറ്റി. അപ്പം പറയും എന്താ, ഞാൻ അവിടെ മരത്തിൻ്റെ അടുത്തും അരുവിയുടെ അടുത്തും ഒക്കെ ഞാൻ എന്ത് ചെയ്തു, കിടക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്കൊരു കുട്ടിയാണ് അഭയം തന്നത്. എന്നിട്ട് അപ്പം ചോദിക്കാം, അമ്മ ചോദിക്കുക എന്നിട്ട്, അപ്പം പറയുന്നത് ആ ഇരുട്ടിൽ എന്ത് ചെയ്തില്ല, എൻ്റെ കളറൊന്നും കണ്ടില്ല അമ്മേ, എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറയും. അപ്പോൾ അമ്മ പറയും ആണോ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, നീ എവിടെയാണ് ഉറങ്ങിയത്, അവിടെ നീ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കൂലേ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പറയും എന്താ, യെസ് ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ കൂടെ സുഖമായിട്ട് ഉറങ്ങി. തന്നെ നേരം വെളുത്ത സമയത്ത് സൂര്യൻ ചോദിച്ചപ്പോൾ എൻ്റെ കളർ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്മ പറയുന്നത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, നമുക്ക് നിൽക്കാനുള്ള യഥാർത്ഥ സ്ഥലം എവിടെയാണ്, ആകാശത്താണ് നമ്മൾ നിൽക്കേണ്ടത്, ഇവിടെയാണ് നമുക്ക് നിലനിൽപ്പുള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുക്കൂലേ. ദെൻ എന്ത് ചെയ്തു, യെസ് എന്നെ കുട്ടി എന്ത് ചെയ്യും, നല്ല രീതിയിൽ യാത്ര അയച്ചു എന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് തട്ടിവിട്ട് എഴുതാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സമ്പത്ത് പഹച്ചാനെ ഓർ ലിഖേൻ കിസ്നെ കഹ. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ദെൻ ഇവിടെ എന്തുണ്ട്, പേട്, ലഡ്ക, ഇന്ദ്രധനുഷ്, നിർച്ചർ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ആരാണ് പറഞ്ഞത്, ഏതിനോടാണ് യോജിക്കുന്നത് നോക്കാം. ഓക്കെ. ഫസ്റ്റ് തും ജരൂർ യഹാം ആരാം കർ സക്തേ ഹോ, നിങ്ങൾ എന്തായാലും ഇവിടെ എന്ത് ചെയ്തോളൂ, റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞത് ആരാണ്, ലഡ്ക. അപ്പോൾ ഒന്നാമത്തത് ലഡ്കയാണ്. 2 തും മേരി ടഹനിയോ പർ നഹി രഹ സക്തേ, നിനക്ക് എൻ്റെ ചില്ലകളിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്, യെസ് രണ്ടാമത്തത് ഏതാണ്, പേടാണ്. ദെൻ 3 കിസി ചർണേ കെ പാരി മേ ഇന്ദ്രധനുഷ് കൈസേ രഹ സക്താ ഹേ. അപ്പൊ എന്താണ്, ഈ ഒരു ചെറിയ അരുവിയിലെ വെള്ളത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നിൽക്കാൻ ചോദിച്ചത് ആരാണ്, നിർജർ. മൂന്നാമത്തത് നിർജറാണ്. ദെൻ ക്യാ മേ തുമാര ഘർ മേ ആരാം കർ സക്താ ഹൂം, എന്താ ഞാൻ നിന്റെ വീട്ടിൽ താമസിച്ചോട്ടെ ചോദിച്ചത് ആരാണ്, യെസ് നാലാമത്തത് ഇന്ദ്രധനുഷാണ്. ദെൻ നെക്സ്റ്റ്
ബാത്തുസ് मंगलवार की ഡയറിയിൽ അഗൈൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. എന്താണ്? अब तक अंधेरे बहुत गहरा गया और बारिश भी मूसलाधार है. अब अपनी जीप तक तो नहीं पहुंच पाएंगे. रात यही रुकना पड़ेगा. हम चूल्हे के पास बैठकर गर्म दाल चावल और साग का भोजन करते हैं. അപ്പം ദേവതാഴ് തന്നിട്ടുണ്ട് അന്ന് വളരെ ശക്തമായ മഴയായിരുന്നു, ഇരുട്ട് വർദ്ധിച്ചു, നല്ല മഴയായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു? അടുപ്പിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു? യെസ്, നല്ല പച്ചക്കറിയും ചോറൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നു. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? വാക്യ പിരമിഡ് അല്ലെ. സാഖുക എന്നുണ്ട്, അതുപോലെ രാത്തുക അല്ലെ, വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ രാത്രിയിൽ. അപ്പൊ ഈ തന്നിരിക്കുന്നതിനോട് നമ്മൾ യോജിപ്പിച്ചത് സുഖാണല്ലേ. നോക്കിക്കേ, ഇത് നമുക്ക് കറക്റ്റ് ഈ ഒരു പാരഗ്രാഫിൽ നോക്കിയിട്ടുണ്ട് നമുക്ക് കിട്ടും. ഹം ഭോജൻ കർത്തേ ഹെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അല്ലെ. ഹം സ്വാദിഷ്ട ഭോജൻ കർത്തേ, ഞങ്ങൾ സ്വാദുള്ള ഭക്ഷണം കഴിച്ചു. ഹം സാഗ് കാ സ്വാദിഷ്ട അല്ലെ. അപ്പൊ രണ്ടാമത്തിൽ ഏതാ വരിക? സാഗ് കാ എന്ന് വരും. ഓക്കെ, അപ്പൊ ഹം സാഗ് കാ സ്വാദിഷ്ട ഭോജൻ കർത്താ ഹേ. ദെൻ മൂന്നാമത്തേൽ എന്ത് ചെയ്യും? യെസ്, ഹം കഴിഞ്ഞിട്ട് എന്ത് വരും? രാത്തുക്കോ, രാത്രിയിൽ എന്ത് ചെയ്തു? രാത്തുക്കോ ഹം സാഗ് കാ അല്ലെ, സാഗ് കാ ഭോജൻ എന്ത് ചെയ്തു? സ്വാദിഷ്ട ഭോജൻ കർത്തേ ഹേ എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തേൽ എന്ത് വരും? സാഗ് കാ. ദെൻ നാലാമത്തേൽ നമ്മൾ എന്ത് കൂട്ടി എഴുതണം? രാത്തുക്കോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, आपके विचार में एक अच्छे डॉक्टर के गुण क्या क्या है? संबोधन के आधार पर टिप्पणी लिखे. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു നല്ല ഡോക്ടർ എങ്ങനെയാണ്? കർത്തവ്യനിഷ്ഠത, സേവാഭാവ്, ഈമാൻധാരി, സഹാനുഭൂതി, ഇത് വെച്ചിട്ട് ഒരു ടിപ്പണി എഴുതാൻ. അപ്പൊ നമുക്കറിയാം എന്താണ് ഡോക്ടേഴ്സ് എങ്ങനെയാണ് ആവേണ്ടത്. ഒരു ഡോക്ടർ എന്താണ്? സഹാനുഭൂതി ഉള്ളതായിരിക്കണം, തന്റെ മുന്നിൽ വരുന്ന രോഗികളോട് ദയയുള്ളതാവണം, അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സ കൊടുക്കാൻ. അതുപോലെ അവരുടെ ഉത്തരവാദിത്വ ബോധം, അതായത് സേവനമാണ്, ജനങ്ങൾക്ക് സേവനമാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്? വ്യാപാരമായിട്ടല്ല ഒരാളും എന്ത് ചെയ്യേണ്ടത്? യെസ്, ഈ ഒരു ജോലിയെ കാണേണ്ടത്. പിന്നെ എന്ത് എഴുതണം? നല്ല സത്യസന്ധ ആയിരിക്കണം, ഒരിക്കലും രോഗികളോട് കള്ളം ചെയ്യുന്നവരാവരുത്. അതുപോലെ രോഗികളോട് ദയോട് പെരുമാറി അവരുടെ അസുഖങ്ങൾ മനസ്സിലാക്കണം. ആ രീതിയിലാണ് അത് എഴുതേണ്ടത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സഹി മിലാൻ കരെ അല്ലെ, അതായത് ഡോക്ടർ രമണി അഡ്കുരി, മണിയാരി നദി പർ അന്തേര ബാരിഷ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യാ? ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ ഈ പാരഗ്രാഫിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പൊ എന്താ നോക്കിക്കേ, രമണി അഡ്കുരി എന്താണ്? ക്ലിനിക് ചലാത്തി ഹേ. ദെൻ മണിയാരി നദി പർ എന്തില്ല? യെസ്, പുൽ നെഹി ഹേ, എന്തില്ല? പാലില്ല. അന്തേരെ ഗഹ്റാ ഹേ, ബാരിഷ് മുസൽധാർ ഹേ. യെസ്, ഇത്രയുമാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലാണ് എൻ്റെ മക്കൾ ആൻസർ ചെയ്യുക. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്തത് ശരിയായിരിക്കും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ, മിസ്സിന്റെ പ്രാർത്ഥന ഉണ്ടാവും. സോ എല്ലാവരും കൂൾ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.